അൽ ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിവിടെ ആം, ഹൗസ് ഓഫ് ഫുട്ബോൾ ഉണ്ട്. ബ്രോ സുഖാണ് അവിടെ? സുഖാണ് ബ്രോ, സുഖാണ്. അപ്പൊ വീക്കെൻഡ് നിങ്ങൾ പൊളിച്ചല്ലോ. എന്തൊക്കെയാണ് സത്യം. നടക്കുന്നത്? എത്തിഹാദിൽ വെച്ച് തോപ്പിക്കണം എന്നൊക്കെ കുറച്ചു കാലമായിട്ട് കാണാത്ത ഒരു പരിപാടിയാണ്. അത്ര വലിയ ഇതൊന്നും ഇല്ല ബ്രോ. എന്ന് വെച്ചാൽ അതിനു മുമ്പ് ഞാൻ ആലോചിക്കുമ്പോഴേ, അതിനു മുമ്പ് നമ്മള് നോട്ടിങ്ങാമായിട്ട് തോറ്റു. അപ്പൊ അതുകൊണ്ട് അത്ര വലിയ എന്താ പറയാ, ഭയങ്കര ഒരു ഇതൊന്നും തോന്നണമൊന്നുമില്ല. ഇതിപ്പോ ഇങ്ങനെ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഇങ്ങനെ കണ്ടതുകൊണ്ട് പിന്നെ ഒരു സന്തോഷം. ലൈക്ക് ഒരു ഡാർബി മത്സരമാണ്, എന്തൊക്കെ പറഞ്ഞാൽ ഡാർബിയാണ്. ഡാർബി വിൻസ് ആർ സ്പെഷ്യൽ. അപ്പൊ അങ്ങനെ ഒരു ഇത്, അത് മാത്രമുള്ള ഒരു ടെമ്പററി ആശ്വാസം. വേനലില് പെട്ടെന്നൊരു മഴ പെയ്തോ, അങ്ങനെ ഒരു ദുരന്തത്തിൽ നിൽക്കുമ്പോ ഒരു ചെറിയ ചെറിയ സന്തോഷങ്ങൾ, അങ്ങനെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ കുറച്ച് ദിവസം മുമ്പ് ലിവർപൂൾ ഫാനായ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറയായിരുന്നു. അപ്പൊ ഞങ്ങള് ജെട്ടിയായിട്ടിരുന്ന സമയം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ ഞങ്ങളുടെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ യുണൈറ്റഡിനെ ഇടയ്ക്ക് തോൽപ്പിക്കുന്നതും അങ്ങനെ ഡാർബി വിന്നൊക്കെയാണ്. അതുപോലെ തന്നെ അവർ FA കപ്പിൽ എന്തോ തോൽപ്പിച്ച കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു ഞങ്ങളുടെ സന്തോഷങ്ങൾ. അപ്പൊ എന്ന് പറയുന്ന പോലെ സെയിം അവസ്ഥയിലാണ് ഈ ഒരു സമയത്ത് ഇപ്പോഴത്തെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. ഇങ്ങനത്തെ വിജയങ്ങളൊക്കെയാണ്. അത്യാവശ്യം നന്നായിട്ട് തന്നെ കളിച്ചു. ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി സിറ്റിക്ക് ബോൾ കൊടുത്തിട്ട് കൺസീഡ് ചെയ്ത് ഡിഫെൻസീവ് ആയിട്ടിരുന്ന് അങ്ങനെ കളിക്കുമല്ലായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സിറ്റിയുടെ ഒപ്പം തന്നെ പിടിച്ചു. പൊസിഷനൊക്കെ ആണെങ്കിലും പ്രിറ്റി മച്ച് ഈക്വൽ തന്നെയായിരുന്നു. അതെ, അതുപോലെ പുള്ളിയുടേതായ ഒരു റൂബൻ അമോറിമിന്റേതായ ഒരു എന്താണ് പുള്ളി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിന്റെ ഒക്കെ ഒരു സിസ്റ്റം നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ കുറെ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സിസ്റ്റം സിസ്റ്റം ഇല്ല, കണ്ടില്ല. സിസ്റ്റം ഇല്ല. അതെ. ഇപ്പൊ പക്ഷെ ടെൻഹാഗ് വന്നപ്പോ നമ്മൾ ആ ഒരു അയാക്സ് ഫുട്ബോൾ പ്രതീക്ഷിച്ചു. പക്ഷെ അത് വന്നില്ല. പുള്ളി പറഞ്ഞു കംപ്ലീറ്റ്ലി വേറെ എന്തോ സ്റ്റൈലാണ് ചെയ്യാൻ പോകുന്നത്. നമ്മളത് പറ്റി മുമ്പൂടെ പറഞ്ഞതാണ്. പക്ഷെ അമോറിം വന്ന് പുള്ളിയുടെ ഫിലോസഫിയിൽ നിന്ന് മാറിയില്ല. അപ്പൊ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് ഇനി എവിടെയാണ് ഇമ്പ്രൂവ്മെന്റ് വരുത്താനുള്ളത്. ഇപ്പൊ അത് ഇൻ ടേംസ് ഓഫ് സൈനിങ് ആണെങ്കിൽ പുള്ളി സൈനിങ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പൊ സെറ്റ് പീസ് ഒരു ഇഷ്യൂ ആണ്. അവിടെയൊക്കെ ഇമ്പ്രൂവ്മെന്റ് വരും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ അങ്ങനെ എങ്ങനെയുണ്ട് നമ്മളെ പയ്യൻ അമാദ്? എങ്ങനെയുണ്ട് ഇതുപോലത്തെ മാച്ചിൽ ഒരു 1-on-1 ടേക്ക് ഓൺ ചെയ്യാൻ പറ്റിയ ഒരു പ്ലെയർ കിട്ടിയാൽ തന്നെ പകുതി രക്ഷപ്പെട്ടു. പുള്ളി എനിക്ക് തോന്നുന്നു ഒരു അസറ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ, ഒരു അത്യാവശ്യം ഒരു എന്തെങ്കിലും ഒരു ടേക്ക് ഓൺ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഉള്ള ഒരു പാസ് കൊടുക്കാനൊക്കെ ഒരു കോൺഫിഡൻസ് ഉള്ള ഒരു പ്ലെയർ കുറെ കാലമായിട്ട് അങ്ങനെ ഒരാളെ എന്ന് വരും എന്നിങ്ങനെ വിചാരിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇവൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നെന്നുള്ളതാണ്. ഒല്ലയുടെ സമയത്ത് ശരിക്കും പറഞ്ഞാൽ സാൻജോനെ സൈൻ ചെയ്യാനായിട്ട് ഒരു സീസൺ മുഴുവൻ പുറകെ കടന്നിട്ട് കിട്ടായിരുന്നിട്ട് അങ്ങനെ സൈൻ ചെയ്തതാണ് അമാദിന്. എന്നിട്ട് അമാദിനെ അധികം കളിപ്പിച്ചില്ല. അവനെ ലോണിൽ വിട്ടോണ്ടിരുന്നു. ടെൻഹാഗ് ആണെങ്കിൽ ഉപയോഗിച്ചില്ല. അങ്ങനെ ഇങ്ങേര് വന്നപ്പോഴാണ് അമാദിനൊരു എന്താ ഒരു സ്റ്റാർട്ടിങ്ങിൽ എന്തായാലും ഒരു പൊസിഷൻ അവൻ ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പില് കളിപ്പിക്കാൻ തുടങ്ങിയേക്കണത്. അതെ, അപ്പോ വീക്കെൻഡിൽ EFL കപ്പിന്റെ ഒരു ക്വാർട്ടർ ഫൈനൽ മാച്ച് വരുന്നുണ്ട്. നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ നോക്കുമ്പോൾ പ്രശ്നമാണ്. കാരണം നമ്മൾ ഡിഫൻസ് ആകെ ശോകമാണ് ബ്രോ. നമ്മൾ ഡിഫൻസിൽ ആരുമില്ല, പയ്യന്മാരൊക്കെയാണ് കളിക്കുന്നത്. അപ്പോൾ നിങ്ങളാണെങ്കിൽ നല്ല ഫോമിൽ നിൽക്കുകയാണ്. നമ്മൾ ആർച്ചി ഗ്രേ ഒക്കെയാണ് ഡിഫൻസിൽ കളിക്കുന്നത്. അപ്പോൾ എന്തായാലും ചിലപ്പോ നിങ്ങൾ ഒരു പ്രശ്നമാവാൻ വഴിയുണ്ട്. പക്ഷെ നല്ലൊരു മാച്ച് പ്രതീക്ഷ, നമുക്കൊരു കപ്പ് ഫൈനലിലേക്ക് എത്തുക എന്ന് പറയുന്നത് നമ്മളൊരു പ്രതീക്ഷയാണ്. പക്ഷെ യുണൈറ്റഡ് അവിടെ ഉണ്ട്. ഞങ്ങൾക്ക് ആക്ച്വലി ടെൻഹാഗിന്റെ അണ്ടറിൽ നല്ല ഫേവറബിൾ ആയിട്ടുള്ള ഡ്രോ ഒക്കെ ചില സമയത്ത് വരുമായിരുന്നു. പക്ഷെ ടെൻഹാഗ് പോയപ്പോ അത് പോയിരുന്നു. FA കപ്പിലേക്ക് വരുമ്പോഴാണ് ആർസെനലാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒപ്പമാണ്. നിങ്ങളാണെങ്കിൽ ഇപ്പൊ ശോകാവസ്ഥയിലാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങളിപ്പോ ഒരു കോൺഫിഡൻസിൽ വന്ന് ഞങ്ങൾ ജയിക്കുമെന്ന് തന്നെ വിചാരിക്കും. അത്രേ ഞാൻ പറയുള്ളൂ. അറ്റ്ലീസ്റ്റ് ഞാനൊരു നല്ല മാച്ച് പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ മാച്ചിൽ സൗത്ത് ആഫ്രിക്കെതിരെ ജയിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അതൊരു ആ ടീമിന് പ്രശ്നമുണ്ട്. അവരാകെ എന്താ പറയുക, പൊളിഞ്ഞ് പാളീസായി കിടക്കുകയാണ്. അപ്പൊ അവരോട് ജയിച്ചെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ടെൻഹാഗിന്റെ അണ്ടറിൽ അറ്റ്ലീസ്റ്റ് എനിക്ക് ഒരു തോന്നുന്നു ഞങ്ങള് സ്പേഴ്സിനെതിരെ പോസ്റ്റ് കോഗ്ലണ്ട് ഇതുവരെ തോപ്പിച്ചിട്ടില്ല എന്ന് തന്നെ തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അതെ ആ കളി 2 കളിയിൽ നിന്ന് ജയിച്ചാൽ എനിക്ക് ഓർമ്മയുണ്ട്. മൂന്നാമത്തെ കളി എനിക്ക് ഡ്രോ ആണോ അത് അല്ലെങ്കിൽ വിജയാന്നല്ല എനിക്ക് ഓർമ്മയില്ല. 2 കളി നമ്മൾ ജയിച്ചായിരുന്നു. യെസ്. അപ്പൊ അതെ അതെ, പോസ്റ്റ് കോവിഡ് അണ്ടറിൽ നമ്മള് നിങ്ങളൊക്കെതിരെ നല്ല റിസൾട്ട് അല്ല. അപ്പൊ ഒരു മാറ്റം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നോക്കാം ബ്രോ. അപ്പൊ നല്ലൊരു മാച്ച് പ്രതീക്ഷിക്കുന്നു. അപ്പൊ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, എസ്പെഷ്യലി
ചെൽസി ആരും കാണാതെ പതുക്കെ പതുക്കെ സെക്കൻഡിൽ വന്ന് നിൽപ്പുണ്ട്. 5 പോയിന്റിന് ഡിഫറൻസേ ഉള്ളൂ. ഇതിപ്പോ ലിവർപൂളിനെ നമ്മൾ കപ്പടിക്കും എല്ലാവരും പറയുന്നുള്ളൂ. പക്ഷെ ചെൽസി ആരും കാണാതെ കപ്പടിക്കും എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉണ്ട്. അതെ അതെ അതെ. ആ ചെൽസിയുടെ കാര്യം ഞാൻ ആക്ച്വലി ചെൽസിയുടെ മത്സരങ്ങൾ അധികം കാണാറില്ല. ഞാൻ അത് അഡ്മിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ ചെറിയ ടീമുകളായിട്ടുള്ള കളികളൊന്നും കാണും. വലിയ ബിഗ് ഗെയിംസ് ഒക്കെ വരികയാണെങ്കിൽ കാണും. ഇപ്പൊ യുണൈറ്റഡോ സിറ്റിയോ അങ്ങനെയൊക്കെയുള്ള മത്സരങ്ങൾ വരുമ്പോഴാണ് ചെൽസിയുടെ മത്സരങ്ങൾ കാണാറ്. അപ്പൊ അതല്ലാതെ എനിക്ക് ഇൻഡെപ്ത് ആയിട്ട് ആക്ച്വലി അറിയില്ല. അപ്പൊ ഞാൻ തന്നെയാണെങ്കിലും ആരെങ്കിലും ഒരു സ്പെഷ്യലിസ്റ്റിനെ കൊണ്ടുവന്ന് ചെൽസിനെ പറ്റി പറയണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവര് ഞാൻ പറഞ്ഞ പോലെ സ്റ്റാറ്റിസ്റ്റിക്കലി അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കി കഴിയുമ്പോൾ അവർക്ക് ഗോൾ ഡിഫറൻസ് ഉണ്ട്, അവർ ഗോളുകൾ അടിക്കുന്നുണ്ട്, അവർ ആ കാര്യങ്ങളൊക്കെ നോക്കി കഴിയുമ്പോൾ അവർ നന്നായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. തീർച്ചയായും ഒരു ചലഞ്ചേഴ്സ് തന്നെയാണ്. അവരൊരിക്കലും അണ്ടർഡോഗ് ആയിട്ട് കാണാൻ പറ്റില്ല. ഇപ്പൊ ശരിക്കും ജനറലി ഫുട്ബോൾ ഫാൻസ് ആണെങ്കിലും ഫുട്ബോൾ പാനലിസ്റ്റ് ആണ് ആരും തന്നെ ചെൽസി ഒരു ചലഞ്ചിങ് പൊസിഷനിൽ ഉണ്ടാവുന്നാലും പ്രതീക്ഷ ഒരു കാര്യമല്ല. മേ ബി ടോപ്പ് 4 വേണ്ടി നോക്കാം എന്നൊക്കെയുള്ള രീതിയിൽ. കാരണം പുതിയൊരു മാനേജറാണ്. പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ അവരത് യൂസ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മിഡ് വീക്കിലൊക്കെയുള്ള യൂറോപ്യൻ ഗെയിംസിലേക്കൊക്കെ വരുമ്പോഴാണെങ്കിൽ അവര് സ്ക്വാഡ് ഫുൾ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. സ്ക്വാഡ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ കളി കസാക്കിസ്ഥാനിലൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ. അതെ, ഇത് അപ്പൊ തണുപ്പുള്ള അങ്ങോട്ടേക്കൊന്നും സ്ഥലത്താണ്. കുറെ പ്ലേയേഴ്സിനെ വിട്ടിട്ട് പോലും ഇല്ല. അറിയാൻ പാടില്ലാത്ത പ്ലേയേഴ്സിനൊക്കെയാണ് കൂടുതൽ പോയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ചെയ്യാനായിട്ട് ഇപ്പൊ അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ സ്ക്വാഡ് ഡെപ്ത് അവർക്ക് ശരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ യൂസ് ചെയ്യാം. ഇപ്പൊ ലിവർപൂളിന്റെ കേസിലേക്ക് വരുമ്പോൾ അവർക്ക് ചാമ്പ്യൻസ് ലീഗ് കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇപ്പൊ ചെൽസി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പൊ നല്ല നിലയിലായതുകൊണ്ട് അവർക്ക് പ്രീമിയർ ലീഗിലേക്ക് തന്നെ ഫോക്കസ് ചെയ്താൽ മതി. അതെ, ഇപ്പോ 10 പേര് വെച്ചിട്ട് ലിവർപൂള് കളിച്ച കളി ബ്രോ കണ്ടോന്ന് അറിയില്ല. ഫുള്ളാമിനെതിരെ ഞാൻ വിചാരിച്ച ലിവർപൂള് പോയിന്റ് ഡ്രോപ്പ് ചെയ്യാൻ ഞാൻ സ്കോർ സാധ്യതയുണ്ട്. നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആക്ച്വലി കളി ഞാൻ കണ്ടില്ല. ഞാൻ ഒന്ന് അതെ, നോക്കി. സത്യം പറഞ്ഞാല് അവസാനമൊക്കെ ആകുമ്പോ ഫുള്ളാമിന്റെ 10 പേര് കളിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. അത്രക്കും അവർ ഇന്റൻസിറ്റി തീരെ ഡ്രോപ്പ്. നമ്മൾ സാധാരണ കാണാറുള്ളത് ഒരു റെഡ് കാർഡ് കിട്ടിയ സന്ദർഭം വന്നിട്ടുണ്ടെങ്കിൽ ഓഫൻസ് ഒരാളെ വലിക്കും, കുറച്ചുകൂടി കൗണ്ടർ അറ്റാക്കിംഗ് രീതിയിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി ഡിഫൻസ് സെറ്റപ്പ് ചെയ്യും. സ്ലോട്ട് അറ്റാക്ക് ചെയ്യാൻ തന്നെ പറഞ്ഞു. അവര് മിഡ്ഫീൽഡിൽ ഗ്രാവൻബേച്ചിനെ ചെറിയ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്നിട്ട് അറ്റാക്ക് വോയിസിന് പോയി. ശരിക്കും പറഞ്ഞാൽ ഒരു ഡിഫറൻസ് 2-3 കൗണ്ടർ വന്നു ഫുള്ളാമിന്. അത് വെച്ചാൽ അവർ ഭയങ്കര മോശമായിരുന്നു. അയോബിയൊക്കെ ഭയങ്കര മോശമായിരുന്നു. അവർ അത് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നേ തന്നെ ജയിക്കുമായിരുന്നു. അത് മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇന്റൻസിറ്റിയോടെ സെക്കൻഡ് ഹാഫ് കളിച്ചു എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട് സാറിനെ, നിങ്ങളുടെ സ്റ്റൈൽ ഓഫ് പ്ലേയിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. അവർ അറ്റാക്ക് ചെയ്ത് തന്നെ കളിച്ചു. എന്നിട്ട് ഒരു പോയിന്റ് 2 പ്രാവശ്യം അവർ തിരിച്ചു വന്നു. അതൊരു എനിക്ക് തോന്നുന്നു ഇപ്പൊ ടൈറ്റിൽ കോമ്പറ്റീഷനൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ ഒരു മാച്ചസ് ഒക്കെയാണ് ശരിക്കും പറഞ്ഞ ഒരു എനർജി കൊടുക്കുക ടീമിന്. തീർച്ചയായും. പക്ഷെ ഇപ്പൊ ലിവർപൂൾ ഫാൻസ് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്ക്വാഡ് ഡെപ്ത് ഇല്ല, കൊണാട്ട ഇല്ല, അതുപോലെ തന്നെ ഇപ്പൊ അടുത്ത മത്സരത്തിലേക്ക് വരുന്ന കഴിയുമ്പോൾ ആളുകളില്ല എന്നൊക്കെയുള്ള കാര്യമാണ്. അതെ പക്ഷെ അവർക്ക് ആ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് എന്ന് പറയുന്ന സാധനം ഇതിൽ നിന്ന് കിട്ടുന്നത് വലുതാണ്. തോൽവിയിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു വന്നല്ലോ. ശരിയാണ്. അപ്പോ ഞാൻ വേറെ കാര്യം ചോദിക്കാൻ മറന്നുപോയി. എന്ത് പറ്റി റാഷ്ഫോർഡും ഗർനാച്ചോയും സ്ക്വാഡിൽ പോലും ഇല്ല? അവരെ പറഞ്ഞു വിട്ടാ? റാഷ്ഫോർഡിനെ പറഞ്ഞു വിടുമെന്നുള്ള തരത്തിൽ ഇപ്പൊ വാർത്ത വരുന്നുണ്ട്. ഇപ്പൊ കുറെ ജേർണലിസ്റ്റുകൾ ഒരേ സമയം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് റാഷ്ഫോർഡിനെ പറഞ്ഞു വിട്ടേക്കും, ജനുവരിയിൽ വിട്ടേക്കും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ ഇറ്റ്സ് ഡിഫിക്കൽട്ട്. ഇപ്പൊ ഗാർനാച്ചോയുടെ കാര്യം വന്നു കഴിയുമ്പോൾ അതും എന്താന്നുള്ള കൃത്യമായിട്ട് അറിയില്ല. മേ ബി ഇറ്റ്സ് ഒരു ഡിസിപ്ലിനറി ഇഷ്യൂ ആയിരിക്കാം. ചിലപ്പോൾ പാർട്ടി പോയിന്നോ അങ്ങനെ. ഇപ്പൊ ഗാർനാച്ചോനെ പറ്റിയാണ് റാഷ്ഫോർഡിനെ പറ്റിയാണ് ആരെ പറ്റിയാണ് പറയണമെന്നുള്ള കാര്യം അറിയില്ല. പിന്നെ ഗാർനാച്ചോ ഇത്തിരി ഔട്ട് സ്പോക്കൺ ടൈപ്പാണ്. ഐ ആം ഔട്ട് സ്പോക്കൺ. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഗാർനാച്ചോ. അപ്പൊ അതുകൊണ്ട് അവനെന്തെങ്കിലും പറഞ്ഞു ഒപ്പിച്ചോ എന്നുള്ള കാര്യം അറിയില്ല. അവന് സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിൽ അവന് ചിലപ്പോ ഒരു സ്വഭാവമുണ്ട്. പക്ഷെ സോയ അതാണ് കേസുകൾ. ഏതായാലും ഇതിപ്പോ ജനുവരി ആയാൽ അറിയാൻ പറ്റും. ബ്രോ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത് ആർസണലിനെ പറ്റിയിട്ടാണ്. എന്താ സംഭവിക്കുന്ന അറിയില്ല. എവർട്ടനെതിരെ അവർ പോയിന്റ് ഡ്രോപ്പ് ചെയ്തു. ഓപ്പർച്യൂണിറ്റി കൈ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവർ കൊണ്ടുപോയി കൊളാക്കും. ശരിക്കും പറഞ്ഞാൽ ഈ സീസണിൽ നമ്മളൊക്കെ പ്രതീക്ഷിച്ച ആർസണലായിരിക്കും കപ്പടിക്കുക. ശരിക്കും കാരണം പറഞ്ഞാൽ അവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി അല്ലായിരുന്നു. ഇപ്പൊ മാൻസിറ്റി ഇത്രയും മോശം ഫോം അവർക്ക് കഴിഞ്ഞ സീസണിലെ ഫോം കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഫ്രീ റൺ ആയിരുന്നു തന്നെ പറയാം. കാരണം ചെൽസിക്കും ലിവർപൂളിനാണ് രണ്ടുപേർക്കും പുതിയ മാനേജേഴ്സ് ആണ്. അപ്പൊ അവർക്ക് കഴിഞ്ഞ സീസണിൽ കാണിച്ച ആ ഫോമോ അല്ലെങ്കിൽ ആ ഒരു ഇത് കൺസിസ്റ്റൻസി കാണിച്ചിരുന്നെങ്കിൽ അവർക്ക് പോകാമായിരുന്നു.
പക്ഷെ അതെ. അതിനവർക്ക് സാധിച്ചില്ല. അവരിപ്പോ ഓരോ മത്സരം കഴിയുന്തോറും സർപ്രൈസിംഗ് ആയിട്ട് റിസൾട്ടാണ്. ചില മത്സരത്തിൽ തോക്കുന്നു, ചില മത്സരത്തിൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നു. അപ്പോ വീക്കെൻഡിൽ ഒരു മത്സരം കൂടെ ഉണ്ട് ബ്രോ. നമ്മൾ ലിവർപൂളിനെതിരെ കളിക്കുന്നുണ്ട്. അപ്പൊ ഈ വീക്ക് സ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യലാണ്. ഒന്നിക്കും നമ്മൾ നല്ല 2 റിസൾട്ട് വരും, എന്താണ് ഇല്ലെങ്കിൽ ബ്രോ, 2 എന്താണ് കളി. അഭിപ്രായം? പോസ്റ്റ് കോവിഡിന് സമയം കൊടുക്കുമോ അതോ പുറത്താക്കുമോ? ബ്രോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി ഡിഫെൻസീവില് കുറച്ചുകൂടി അഡാപ്റ്റ് ചെയ്യണം. ആ ഒരു കാര്യം മാത്രമേ. ഇപ്പോ ബോൾ കയ്യിലില്ലാത്ത സമയത്ത് വെറുതെ ഇങ്ങനെ ഓടി ഓടി നടന്നിട്ട് ഒരു കാര്യമില്ല ബ്രോ. സത്യം പറഞ്ഞാൽ നമ്മൾ ഓടുന്ന ഓട്ടം കണ്ട വിചാരിക്കുമ്പോൾ ഒളിമ്പിക്സിനെങ്ങാൻ പറഞ്ഞു വിട്ടാൽ മതി. എല്ലാവരും ഓടുന്നുണ്ട്, ആരും ഗ്രൗണ്ടിൽ നിൽക്കുന്നില്ല, പക്ഷെ ഒരു കാര്യമില്ല. ശരിക്കും അത് ബോൾ ഭയങ്കര കയ്യിൽ നിന്ന് പോയിട്ട് വിഷയമാണ്. സത്യം പറഞ്ഞാൽ അത് ഭയങ്കര മണ്ടത്തര. ചില നമ്മുടെ ഒരു മാനേജർ അഡാപ്റ്റ് ആയില്ലെങ്കിൽ അത് എന്റെ സ്റ്റൈല് മാത്രം, ഇന്ന സ്റ്റൈല് മാത്രമേ വർക്ക്ഔട്ട് ആവുള്ളൂ, എനിക്ക് പ്ലാൻ ബി ഇല്ല എന്ന് പറയുന്നത് ബ്രോ അതൊരു ചെൽസിക്കെതിരെ മോശം നമുക്ക് പ്രവണതയായിട്ടാണ് ഞാൻ കണക്കാക്കും. ഒരു 15 മിനിറ്റിനുള്ളിൽ 2 ഗോൾ ലീഡ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഏത് മാനേജർ ആണെങ്കിലും വിചാരിക്കുക കുറച്ച് ഇറങ്ങി മിഡ് ബ്ലോക്ക് ഇട്ട് കളിക്കുക, നമുക്ക് എന്നും ചാൻസ് കിട്ടും, ഉറപ്പായിട്ട് കൗണ്ടറിന് ചാൻസ് കിട്ടും, ഒന്നും ഒന്ന് ചെയ്യേണ്ട ഡിഫൻസ് കാര്യം ആയിട്ട് ഉണ്ടായിരുന്നില്ല. ഇരിക്കുക, പിന്നെ കൗണ്ടർ അടിക്കാൻ ചാൻസ് ഒരു 3 അവന്മാർ എന്തായാലും അറ്റാക്ക് ചെയ്യാൻ വരും. പിന്നെ ഒരു ബുദ്ധിപരമായിട്ട് കളിച്ചു കഴിഞ്ഞാൽ പോയി അടിക്കാന്നുള്ളൊരു അങ്ങനെയല്ല കറക്റ്റ്. ഇപ്പൊ നമ്മള് ബുദ്ധി ഉപയോഗിച്ച് കളിക്കുന്നത്. ഇത് തിരിച്ച് നമ്മൾ 4 മേടിച്ചു, ബ്രൈറ്റനെതിരെ 3 മേടിച്ചു. സെയിം സംഭവമാണ്. പുള്ളി ഇതുവരെയും അക്കാര്യം പഠിക്കുന്നില്ല. അത് എനിക്ക് തോന്നുന്നു പുള്ളി വേറെ ലീഗിലൊക്കെ കളിച്ചിട്ട് വിചാരിക്കുന്നത് ഓക്കെ ഉടനെ വെച്ചിട്ട് ടാക്ടിക്കലി എല്ലാ മാച്ചും കളിക്കാം. അങ്ങനെ കളിക്കാൻ പറ്റില്ല ബ്രോ. നമുക്ക് അതിനുള്ള സ്കോഡ് ഇല്ല. അത് പുള്ളി മനസ്സിലാക്കുന്നില്ല. ഈ പിള്ളേരൊക്കെ വെച്ചിട്ട് ഇപ്പൊ ഒരു പ്രോപ്പർ ഓപ്പോസിഷനെതിരെ പോകുമ്പോൾ കുറച്ചുകൂടി ഇന്റലിജന്റ് ആയിട്ട് ലോജിക്കലായിട്ടും കളിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ജയിക്കുന്നു പ്രതീക്ഷിച്ച പല കളിയും തോക്കുന്നത് അങ്ങനെയാണ്. പുള്ളി അനാവശ്യമായിട്ട് ഹൈലൈൻ കളിപ്പിച്ച് കൊടുത്ത് ഓപ്പോസിഷൻ കയറി അടിക്കുകയാണ്. ഇപ്പൊ ഡിഫൻസിൽ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് വെച്ചാൽ ഈ ഹൈലൈൻ ഒക്കെ കളിക്കുന്ന സമയത്ത് മിസ്റ്റേക്ക് വരും, അത് ഉറപ്പാണ്. അപ്പൊ അവർ ചെയ്യേണ്ടത് കുറച്ചുകൂടി അഡാപ്റ്റ് ആകുന്നതാണ്. അത് ചെയ്തിട്ടില്ലെങ്കിൽ പുള്ളിക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോ ഫാൻസ് പറയുന്നത് പുള്ളി ഭയങ്കര സ്റ്റബേൺ ആണ്, ടാക്ടിക്കലി ചേഞ്ച് ചെയ്യാൻ പുള്ളിക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ പുള്ളിക്ക് പറ്റിയ പ്ലേയേഴ്സ് ലീവ് മേടിച്ചു കൊടുക്കണം. അതെന്തായാലും മേടിച്ചു കൊടുക്കാനും പോകുന്നില്ല. അപ്പോൾ ഇത് 50-50 ആണ്. ഇപ്പോൾ ചില മത്സരത്തിൽ നമ്മൾ കിട്ടിയ ഓപ്പർച്യൂണിറ്റി കളയുന്നു, ചില മത്സരത്തിൽ. അപ്പൊ എന്താവുന്നു നോക്കാം. അപ്പൊ ഒരു കപ്പൊക്കെ അടിച്ചിട്ടുണ്ട്, പുള്ളിക്ക് ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ പഴയതുപോലെ തന്നെ പുതിയൊരു മാനേജർ വരുമായിരിക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ജോയിൻ ചെയ്തതിൽ. അപ്പൊ എന്തായാലും നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ.